1920-കളിൽ ജപ്പാനിൽ ഒരു പ്രത്യേകതരം പനി കാണപ്പെടുകയുണ്ടായി. ആ പനി കൂടുതലും കുട്ടികളെയാണ് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ പനി പിടിച്ച പല കുട്ടികളും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പനിയെ അതിജീവിച്ച പല കുട്ടികളും അവരുടെ മരണം വരെ വളരെയധികം ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് കഴിയേണ്ടി വന്നത്. പാരലിസിസ് പോലുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ. 100 വർഷം ഇപ്പുറം നോക്കുമ്പോൾ ആ ഒരു പനി ജപ്പാനിൽ മാത്രമല്ല ലോകത്തിലെ പല ഇടങ്ങളിലും ആ പനി കാണപ്പെടുന്നു. നമ്മൾ ഇന്ന് അതിനെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മലയാളത്തിൽ ജപ്പാൻ ജ്വരം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഉത്തരേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓരോ വർഷവും 100 കണക്കിന് കുട്ടികളാണ് ഈ രോഗം മൂലം മരണത്തിന് കീഴടങ്ങുന്നത്. ചില കുട്ടികൾ ഇത് ഇൻഫെക്ഷനെ അതിജീവിച്ച കുട്ടികൾ ജീവിതകാലം മുഴുവൻ പാരലിസിസ് പോലുള്ള ബുദ്ധിമുട്ടിയ അവസ്ഥകളിൽ ജീവിക്കേണ്ടി വരും. കേരളത്തിൽ കേസുകൾ വളരെ കുറവാണെങ്കിലും അപകട സാധ്യത പൂർണ്ണമായും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന വൈറസ് നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരുന്ന ഒരു രോഗമല്ല. ഇത് പകരുന്നത് നമ്മുടെ ചുറ്റുമുള്ള കൊതുക്, പ്രത്യേകിച്ച് ക്യൂലെക്സ് കൊതുക് വഴിയാണ്. പന്നികളിലും വെള്ളത്തിൽ പെരുമാറുന്ന പക്ഷികളിലും ഈ വൈറസിന്റെ പ്രധാന ഉറവിടങ്ങളാണ്. കൊതുക് ഇവയെ കടിച്ച ശേഷം മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസ് ശരീരത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആദ്യ ഘട്ടത്തിൽ ഒരു സാധാരണ പനി പോലെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പനി, തലവേദന, ഛർദി അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഇൻഫെക്ഷൻ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ രോഗം തലച്ചോറിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അപസ്മാരം, ബോധക്ഷയം, കോമ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ഈ ഇൻഫെക്ഷൻ എത്തിക്കാം. ഏകദേശം 30% വരെ മരണം സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കുട്ടികളിൽ ഒരാൾ മരണത്തിന് കീഴടങ്ങുന്നു. അതുകൊണ്ട് ഇതൊരു സാധാരണ പനി ആണെന്ന് നമുക്ക് കരുതാൻ പാടില്ല. ഇതൊരു സാധാരണ പനിയേ അല്ല. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സയില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷനാണ്. പ്രിവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം വരാതെ നോക്കുന്നതാണ് പ്രിവെൻഷൻ. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു പ്രിവെൻഷൻ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് വാക്സിനേഷൻ. നമ്മൾ പോളിയോ പോലെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളെ അതിജീവിച്ച ഒരു രാജ്യത്തിലാണ്. ഇന്ത്യ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന് എതിരെയുള്ള വാക്സിനേഷൻ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ 10-12 വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്സിനാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കൂടുതലായിട്ട് കാണുന്ന പ്രദേശങ്ങളിലാണ് ഈ വാക്സിനേഷൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ 300-ലധികം ഡിസ്ട്രിക്റ്റുകളിലും ഈ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകളിൽ പ്രിവലൻസ് കൂടിയത് കാരണം വാക്സിനേഷൻ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ഇതിന്റെ ക്യാച്ചപ്പ് വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നത് ഏത് തരത്തിലും നല്ലതാണ്. നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അതിനെ വരുന്നതിനെ തടയുന്നതാണ് വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിനേഷൻ എടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ വാക്സിനേഷൻ എടുക്കാൻ നോക്കണം.